ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മലബാർ മുട്ട സ്നാക്കാണ്. നോമ്പ് തുറക്കുന്ന സമയത്ത് എണ്ണക്കടികളൊക്കെ ഒഴിവാക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പറ്റിയ ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഇനി 1 കപ്പോളം മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി എടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും 1/4 ടീസ്പൂണോളം തന്നെ പഞ്ചസാരയും ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പാകത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതിയേ. നമുക്കിതൊരു ദോശമാവിൻ്റെയൊക്കെ കട്ടിയിലാണ് വേണ്ടത്. അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. വെള്ളം മൊത്തത്തിലൊന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് മിക്സായി കിട്ടില്ല. വെള്ളം അല്പം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം മാത്രം ബാലൻസ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ദോശമാവിൻ്റെ കട്ടിയിലാക്കി എടുത്താൽ മതി. ഇതിപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടൊരു ഫില്ലിങ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് ഏത് ഓയിലാണെങ്കിലും എടുക്കാം, അതൊന്നും കുഴപ്പമില്ല. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കൊരു 1.5 സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗം ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് എടുത്താൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നാൽ മതി, നന്നായിട്ട് വഴറ്റിയെടുക്കണ്ട. അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വഴറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. ഫ്ലെയിം ഇനി ഒന്ന് മീഡിയം ടു ഹൈയിലേക്ക് വെച്ചതിന് ശേഷം വളരെ ഫാസ്റ്റായിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ സവാളയൊക്കെ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് ഒതുക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ടയൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം എടുക്കാം കേട്ടോ. 1, 2 എത്ര മുട്ട വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഞാനിത് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു മുട്ട മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾ വലിയ ക്വാണ്ടിറ്റിക്കാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവെല്ലാം കൂട്ടിയെടുക്കാവുന്നതാണ്. ഇനി ഈ മുട്ടയിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ എണ്ണക്കടികളൊക്കെ ഒരുപാട് കഴിക്കാതെ നമ്മൾ ഇതുപോലെയൊക്കെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ദാഹവും ക്ഷീണവും ഒന്നും തോന്നില്ല. ഇതിലേക്ക് ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് അങ്ങനെ ഒരുപാട് പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം മസാലപ്പൊടി, നമ്മുടെ ഗരം മസാലയാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ്. മസാലപ്പൊടിയൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച് വെക്കുന്നതിനാണ് എപ്പോഴും ടേസ്റ്റ് കൂടുതലായിട്ടുള്ളത്. നമ്മൾ പുറത്തുനിന്ന് പാക്കറ്റിൽ മേടിക്കുന്നതിന് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതിൻ്റെ ആ ഒരു മണവും രുചിയും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എരിവൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. കുരുമുളക് പൊടിക്ക് പകരം മുളക് പൊടി ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുരുമുളക് പൊടി ചേർക്കുമ്പോഴാണ് കൂടുതലായിട്ടും ടേസ്റ്റ്. അതുകൊണ്ടാണ് കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ്ങും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് അല്പം നെയ്യോ ഓയിലോ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ടും സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം ഒന്ന് ഏറ്റവും ലോയിലേക്ക് വെച്ചതിന് ശേഷം നമുക്കിനി ഇതിന് മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ആ ഒരു ഫില്ലിംഗ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാടങ്ങ് പ്രസ് ചെയ്തിട്ട് കൊടുക്കണ്ട, ജസ്റ്റ് ഈ ബാറ്ററിൻ്റെ മുകളിൽ മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു സ്റ്റെപ്പ് വളരെ ഫാസ്റ്റായിട്ട് ചെയ്തെടുക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ മാവ് പെട്ടെന്ന് വെന്തു പോകാനുള്ള സാധ്യതയുണ്ട്. ഫില്ലിങ് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്കായിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഫില്ലിങ് ഞാനങ്ങ് മൊത്തത്തിൽ വെച്ച് കൊടുത്തിട്ടില്ല, ഞാൻ പകുതി മാത്രമേ ഇതിൽ വെച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി ലാസ്റ്റ് നമുക്കിതിന് മുകളിലായിട്ട് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ അല്പം ക്യാപ്സിക്കം നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓപ്ഷണലാണ്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ മതി. ഞാനിതിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. ശേഷം നമ്മൾ ബാലൻസ് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ്ങും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫില്ലിങ് വെക്കാത്ത ഭാഗത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറിയ രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം.
ഞാനിപ്പോൾ മൊത്തത്തിൽ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഡയറക്റ്റ് ഇതുപോലെ പാനിൽ വെച്ച് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടി കട്ടിയുള്ള പാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനടിയിലായിട്ട് ഒരു തവയോ നമ്മൾ ഉപയോഗിക്കാത്തൊരു ദോശക്കല്ലോ ഒക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അടി കരിഞ്ഞു പിടിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇതിപ്പോൾ മൂടി വെച്ചിട്ട് ഒരു 7 മിനിറ്റോളം ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു ഐറ്റം വളരെയധികം ടേസ്റ്റിയുമാണ്. മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കല്ലേ. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് കൃത്യമായി എത്തുകയുള്ളൂ. നെക്സ്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ മൈ ചാനൽ.